السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا دركنا وآل كل والصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ തന്ന ആരോഗ്യവും മറ്റു സൗകര്യങ്ങളും എല്ലാം അവന് ശുക്ർ ചെയ്യാനും കൂടുതൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യകാലത്ത് കൂടുതൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും സുഹൃതങ്ങൾ ചെയ്യാനും സൗഭാഗ്യം കിട്ടിയവൻ വലിയ തൗഫീഖുള്ളവനാണ്. എന്നാൽ ആദ്യമാദ്യം നന്നായിട്ട് ഇബാദത്തുകളും നന്മകളും ചെയ്യുന്ന ആൾ പിന്നീട് അതിൽ നിന്ന് അകലുകയും നന്മകൾ കുറഞ്ഞു വരികയും ചെയ്യുക എന്നുള്ളത് അവൻ്റെ പരാജയത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ റമദാൻ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ നന്മകളെ കൊണ്ടും സുഹൃതങ്ങളെ കൊണ്ടും അവൻ മുന്നേറുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞകാല നന്മകളെല്ലാം അവൻ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഓരോ റമദാനുകളും ഏറ്റവും നല്ല അവസരങ്ങളും കഴിയുമ്പോൾ അത് കൂടുതൽ നന്മയിൽ നിന്ന് അകന്നു പോകാനാണ് അവനെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നിന്നും വിജയത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് പല കാരണങ്ങളുമുണ്ട്. പലപ്പോഴും പൈശാചികമായ പ്രേരണകൾ, പ്രേതഭൂതങ്ങൾ, അതുപോലെ തന്നെ അസൂയയും കണ്ണേറും വസ്വാസുകളുമെല്ലാം ഇതിന് വലിയ അളവിൽ കാരണമാകാറുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തും. അത് മറ്റൊന്നുമല്ല, സൂറത്ത് ഫലക്കും നാസും എഴുതി ധരിക്കുകയും ലത്തീഫുൽ ബാത്തുൽ ഗഫാറുൽ ലാറു സബൂറുൽ ഹാദി എന്ന ഇസ്മുകൾ പ്ലേറ്റിൽ എഴുതി സൂറത്തുൻ നാസ് 12 പ്രാവശ്യവും യാ ലത്തീഫ് യാ ബാത്തിനി യാ ഗഫാർ യാ ലാർ യാ സുബൂർ യാ ഹാദി എന്ന് 111 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് 7 ദിവസമെങ്കിലും കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റം ലഭിക്കുകയും കൂടുതൽ നന്മയിലേക്ക് അടുക്കാനും സുഹൃതങ്ങൾ കൂടുതൽ ചെയ്യാനുമുള്ള മാനസികമായ പ്രേരണയും കരുത്തും അവന് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സൂറത്ത് രാത്രി കിടക്കും സമയത്ത് ഫലക്കും നാസും, ഫലക്ക് 5 പ്രാവശ്യം, നാസ് 6 പ്രാവശ്യം ഓതൽ പതിവാക്കുകയും ചെയ്താൽ ഇത്തരം ദുർമന്ത്രങ്ങളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും കൂടുതൽ രക്ഷ തേടാൻ അത് സഹായകമാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാവിധ ശല്യങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്മയിലേക്ക് കൂടുതൽ എടുക്കാനും സുഹൃതങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാനും അതുവഴി 2 ലോകത്തും വിജയം വരിക്കാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.